പ്രിയപ്പെട്ടവരെ, ഡോളർ ചിഹ്നം ഉപയോഗിച്ച് സ്വയം മണി റേക്കി ചെയ്യുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ മണി റേക്കി എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിച്ചാൽ ആണ് നല്ല ഫലം കിട്ടുന്നത്, ഈ വക കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്റൻഷൻ ഉപയോഗിച്ചും രൂപയുടെ ചിഹ്നം ഉപയോഗിച്ചും ചെയ്യാവുന്ന സിമ്പിൾ ആയ ഒരു മണി റേക്കി മെഡിറ്റേഷൻ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് ഡോളർ ചിഹ്നം ഉപയോഗിച്ച് മണി റേക്കി എങ്ങനെ കുറച്ചുകൂടി ഫലപ്രദമായി ചെയ്യാം എന്നാണ് നമ്മൾ പരിശീലിക്കുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ ഉപയോഗിക്കുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഡോളർ ചിഹ്നം ഉപയോഗിച്ചുള്ള മണി റേക്കി മെഡിറ്റേഷൻ ചെയ്യുന്നതിനായി ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക. അവിടെ നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കിടക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇടതു കൈപ്പത്തികൾ മുകളിലേക്ക് ആക്കി ഉയർത്തിപ്പിടിക്കുക. വലതുകൈ മൂലാധാര ചക്രയിൽ വയ്ക്കുക. അതായത് നട്ടെല്ലിന്റെ ഏറ്റവും കീഴറ്റത്ത് കൈവയ്ക്കുക. മൂലാധാര ചക്രയിൽ ഉണ്ടാകുന്ന ഊർജത്തിന്റെ കുറവാണ് ധനപരമായ പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ന് നമ്മൾ ഡോളർ സിംബൽ ഉപയോഗിച്ച് മൂലാധാര ചക്രയ്ക്ക് കൂടുതൽ എനർജി പകർന്നു നൽകുന്നു. ഡോളർ വളരെ ശക്തമായ ഒരു സിംബൽ ആണ്. നമുക്കറിയാം, മറ്റ് നാണയങ്ങളെ അപേക്ഷിച്ച് ഡോളറിനാണ് എപ്പോഴും മുൻതൂക്കം. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു ഡോളർ സിംബൽ കാണുക. അതിന്റെ പശ്ചാത്തല നിറം പച്ചയും ചിഹ്നത്തിന്റെ നിറം സ്വർണ്ണവർണ്ണവും ആയിരിക്കണം. യൂണിവേഴ്സൽ മണി കറൻസി ആയ ഡോളറിന്റെ അതിമനോഹരമായ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അതിലേക്ക് നോക്കിയാലും മതിയാകും. നിങ്ങൾ മുമ്പ് റേക്കി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉസുയി പാരമ്പര്യം അനുസരിച്ചുള്ള ക്ലെൻസിംഗ് പ്രോസസ്സുകളും പ്രാർത്ഥനകളും നടത്തുക. റേക്കിയെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ആണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശരീരശുദ്ധി വരുത്തിയിട്ട് ആയിരിക്കണം ഈ മെഡിറ്റേഷൻ ഇരിക്കുന്നത്. അതായത് കൈകാലുകളും മുഖവും കഴുകി വൃത്തിയായി തുടയ്ക്കുക. കസേരയിലോ കട്ടിലിലോ ഇരുന്ന് ദീർഘശ്വാസം 3 തവണ എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കൈപ്പത്തികൾ കൂട്ടി തിരുമ്മി ചൂടാക്കുക. കൈപ്പത്തികൾ നിവർത്തി മുഖാഭിമുഖം പിടിക്കുക. അവ അകറ്റുകയും അടുപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അവയ്ക്കിടയിലുള്ള ഊർജപ്രവാഹം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി കണ്ണുകൾ അടയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മുൻപ് റേക്കി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി മെഡിറ്റേഷൻ തുടരാം. നിങ്ങളുടെ സഹസ്രാര ചക്രയിലേക്ക്, അതായത് നെറുകം തലയിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വെളുത്ത ഒരു പ്രകാശഗോളം വന്ന് പതിക്കുന്നതായി സങ്കല്പിക്കുക. ആ ഗോളത്തിനുള്ളിൽ മനോഹരമായ പച്ചനിറത്തിൽ ഒരു ചെറിയ ദീർഘചതുരം സങ്കല്പിക്കുക. ആ ദീർഘചതുരത്തിനുള്ളിൽ മനോഹരമായ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു ഡോളർ ചിഹ്നം ഉള്ളതായി മനസ്സിൽ കാണുക. തുടർന്ന് ആ ഡോളർ ചിഹ്നവും വെളുത്ത പ്രകാശവും നിങ്ങളുടെ 2 കൈകളിലേക്കും വരുന്നു. നിങ്ങൾക്ക് അതീവ സന്തോഷം തോന്നുന്നു. ആ ഡോളർ ചിഹ്നം നിങ്ങളുടെ ഇടതു കൈയിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു. അതായത് നിങ്ങൾ ലോകത്തിന് നിങ്ങളുടെ സേവനങ്ങളും പണവും അതീവ സന്തോഷത്തോടെ നൽകുന്നു.
അതേസമയം തന്നെ ആ ഡോളർ ചിഹ്നം നിങ്ങളുടെ സഹസ്രാര ചക്രത്തിലൂടെ വലതു കൈയിലേക്ക് എത്തുന്നു. അതായത് നിങ്ങളുടെ സേവനങ്ങൾക്ക് ഇരട്ടിയായി ലോകം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സമൃദ്ധി നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ 2 മിനിറ്റ് തുടരുക. നിങ്ങൾ മുഴുവൻ സമയവും ബ്ലെസ് യു മണി, താങ്ക് യു മണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ബ്ലെസ് യു മണി, താങ്ക് യു മണി. 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 ഡോളർ ചിഹ്നം നിങ്ങളുടെ ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, ഹൃദയചക്രം, മണിപ്പൂര ചക്രം, സ്വാധിഷ്ഠാന ചക്രം എന്നിവയിലൂടെ കടന്ന് മൂലാധാര ചക്രത്തിൽ എത്തി നിൽക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും കാരണം അയാളുടെ റൂട്ട് ചക്രം അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിൽ ഉണ്ടാകുന്ന ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളാണ്. മൂലാധാര ചക്രം സ്റ്റേബിൾ ആയാൽ മാത്രമേ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് അരക്കെട്ടിനുള്ളിലാണ് എന്ന് പറയാം. അതായത് നട്ടെല്ലിന്റെ ഏറ്റവും താഴത്തെ അഗ്രഭാഗവും അതിന്റെ മുൻഭാഗവും ചേർന്നതാണ് മൂലാധാര ചക്രം. അതിനാൽ സ്വയം നൽകുമ്പോൾ ഈ ഭാഗങ്ങളിൽ കൈകൾ ചേർത്തുവെച്ച് കൂടുതൽ നേരം റെക്കി എനർജി നൽകാൻ ശ്രദ്ധിക്കുക. സ്വയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈകൾ അടിവയറിന്റെ ഭാഗത്ത് ചേർത്തുവെച്ച് റെക്കി നൽകാവുന്നതാണ്. ഡോളർ സിംബൽ നിങ്ങളുടെ നെറ്റിയിലൂടെ കഴുത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് എത്തുന്നു. ഇടത്ത് കൈയിലൂടെ കടന്നുവരുന്ന വെളുത്ത പ്രകാശവും ഡോളർ ചിഹ്നവും വലതു കൈയിലേക്ക് എത്തുന്നു. നിങ്ങൾ വലതു കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. തുടർന്ന് അത് നിങ്ങളുടെ വയറ്റിലൂടെ കടന്ന് ലൈംഗിക അവയവങ്ങളിലേക്കും അവിടെ നിന്ന് നട്ടെല്ലിന്റെ ഏറ്റവും കീഴറ്റത്തേക്കും എത്തുന്നു. ഇപ്പോൾ കൈകൾ നട്ടെല്ലിന്റെ കീഴറ്റത്ത് ചേർത്ത് വയ്ക്കുക. കൈകളിൽ നിന്ന് ചൂട് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് അറിയുക. ഡോളർ ചിഹ്നവും റേക്കി എനർജിയും ഒരുമിച്ച് മൂലാധാര ചക്രത്തിലേക്ക് 3 മിനിറ്റ് കടത്തി വിട്ടുകൊണ്ടിരിക്കുക. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. ഇങ്ങനെ 3 മിനിറ്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി, താങ്ക് യു ഗോഡ്. താങ്ക് യു മണി, ബ്ലെസ് യു മണി,
Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. Thank you money. Bless you money. Thank you God. നിങ്ങൾ റെക്കി ഊർജ്ജത്താൽ നിറഞ്ഞു എന്ന് തോന്നിയാൽ കൈകൾ എടുക്കുക. പവർ സിംബൽ ഉപയോഗിച്ച് മണി റെക്കി മുദ്രണം ചെയ്യുക. ഈ സമയം ചോക്കുറേ എന്ന് 3 തവണ പറയണം. ചോക്കുറേ, ചോക്കുറേ, ചോക്കുറേ. റെക്കി പഠിച്ചിട്ടില്ലാത്തവർ നിങ്ങളുടെ കൈകൾ തല മുതൽ താഴെ വരെ ഇരുവശങ്ങളിലൂടെയും വീശി എനർജി ബാലൻസ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ധനസംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി 21 ദിവസം തുടർച്ചയായി ഡോളർ സിംബൽ ഉപയോഗിച്ചുള്ള മണി റെക്കി പ്രാക്ടീസ് നടത്തുക. വിശ്വാസത്തോടെ ചെയ്യുക. പണം നിങ്ങളിലേക്ക് വരുമ്പോഴും കൊടുക്കുമ്പോഴും മണി റെക്കി നൽകി അതിനെ അനുഗ്രഹിക്കുക. പണത്തിനും ദൈവത്തിനും നന്ദി പറയുക. പണം ഒരു ഊർജ്ജ രൂപമാണ്. ഊർജ്ജത്തിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ കഴിയും. നമ്മുടെ അധ്വാനങ്ങളും ഊർജ്ജമാണ്. ആ ഊർജ്ജം പണപരമായ ഊർജ്ജമായി മാറേണ്ടതുണ്ട്. ചിലർക്ക് എത്ര അധ്വാനിച്ചാലും പണം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും ഡോളർ സിംബൽ ഉപയോഗിച്ച് ശക്തമായ മണി റെക്കി നിങ്ങളുടെ മൂലാധാര ചക്രത്തിന് നൽകുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർക്ക് പണം നൽകുമ്പോൾ സന്തോഷത്തോടെ നൽകുക. അവർക്ക് ഈ പണം ഉപകാരപ്രദമാകണമേ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നൽകുക. പണത്തോടൊപ്പം ഊർജ്ജ കൈമാറ്റവും കൂടി നടക്കുന്നതിനാൽ അത് 4 ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരികെ വരും. എന്നാൽ ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ കൊടുത്താൽ പണത്തോടൊപ്പം നെഗറ്റീവ് എനർജിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ വാങ്ങിക്കൊണ്ടുപോയവർ ആ പണം തിരികെ തരാനായി വളരെയധികം ബുദ്ധിമുട്ടും. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. പണത്തെ അനുഗ്രഹിച്ചു മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മിലുള്ള പണത്തിന്റെ ആത്മീയ ഊർജ്ജം വർദ്ധിക്കും. തൽഫലമായി നമ്മിലേക്ക് പണം കൂടുതൽ ആയി എത്തും. നമ്മെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കുന്ന ഒരാളോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറില്ലേ? ഇതുപോലെ തന്നെയാണ് പണത്തിന്റെ കാര്യവും. പണം നിർജീവം അല്ല, അത് ഒരു എനർജിയാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവരോട് കൂടെ അത് എന്നും ഉണ്ടായിരിക്കും. ഡോളർ മണി റേക്കിയിലൂടെ പണത്തിന്റെ ആത്മീയ ഊർജ്ജം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡോളർ മണി റേക്കി എന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എഴുതി ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ഉപബോധ മനസ്സ് തീർച്ചയായും സാധിച്ചു തരും. അതിനാൽ കമന്റ് മടി കൂടാതെ എഴുതുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുക. ഇത് ഡോളർ സിംബൽ ഉപയോഗിച്ച് സ്വയം മണി റേക്കി ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ്. സിംബലുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മണി റേക്കി ചെയ്യാനുള്ള വീഡിയോക്കായി കാത്തിരിക്കുക. താങ്ക് യു ആൾ. താങ്ക് യു ഗോഡ്.